തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥി നാദിർ ഷയുടെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ തളിക്കുളം സ്നേഹതീരം പാർക്കിന് പടിഞ്ഞാറ് കടലിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ കയറ്റിയ മൃതദേഹം ചേറ്റുവ ഹാർബറിലേക്ക് കൊണ്ടുപോയി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വാടാനപ്പള്ളി കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നാദിർ ഷയെ കടലിൽ കാണാതായത്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും നാട്ടുകാരും കേരള എമർജൻസി റെസ്ക്യൂ ടീമും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തളിക്കുളം പത്താങ്കല്ല് പടിഞ്ഞാറ് ഭാഗം വാലിപ്പറമ്പിൽ സലീമിന്റെ മകനാണ് നാദിർ ഷാ. കൂട്ടുകാരനോടൊപ്പം തമ്പാൻ കടവ് ഓഹോ ബീച്ചിനടുത്ത് കടപ്പുറത്ത് എത്തിയതായിരുന്നു കുട്ടി. കുളിക്കാനിറങ്ങിയ ഉടനെ തന്നെ നാദിർ ഷയെ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ കുട്ടിയോടൊപ്പം കടലിൽ കുളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയെ നാട്ടുകാരൻ മർദ്ദിച്ചതായും പരാതിയുണ്ട്. ഇതിന് ചാവടിക്കാണ്ടി പോയതോ ഓഹോ ബീച്ചിൻ്റെ അവിടെ ഒരു കടയിൽ ചാവടിക്കാൻ പോയപ്പോൾ ചായ കുടിച്ചിട്ട് വരുന്ന വഴിയിൽ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് ഓഹോ ബീച്ചിൽ കുളിക്കാൻ പോകുന്നതാണ്. ഓഹോ ബീച്ചിൽ കുളിക്കാൻ പോയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായില്ല. അപ്പോൾ കടലിൽ ഇറങ്ങാന്ന് പറഞ്ഞു. കടലിൽ എന്ന് പറഞ്ഞാൽ ഓഹോ ബീച്ചിൽ നിന്ന് ഇച്ചിരി ഒന്ന് സ്വല്പം അങ്ങോട്ട് നീങ്ങിയിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ ഇച്ചിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായി, കുറേ പേരുണ്ടായി. അപ്പോൾ അവരുള്ള വിശ്വാസത്തിൽ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും വലിയ തര വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചാൽ നിന്ന്. പക്ഷേ തര വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നീങ്ങിപ്പോയി. എന്നിട്ട് ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയപ്പോൾ ഞങ്ങളങ്ങോട്ട് വെള്ളത്തിൽ എന്താ പറയുക വലിച്ചെടുത്ത്, ഉള്ളിൽ കടലും വലിച്ചെടുത്ത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരൻ നന്നായി പേടിച്ചു പോയി. പക്ഷെ ഞാൻ പേടിക്കാണ്ട് ഒന്ന് സൈഡിൽ കൂടെ നീങ്ങിയിട്ട് അവനൊന്ന് പിടിച്ച് പുഷ് ചെയ്ത് ഇട്ട്. പക്ഷെ അവനിക്ക് നന്നായി മൈൻഡിൽ ഇതായി. അവൻ അവിടെ ഞാൻ കാണാണ്ട് പോയി ഞാൻ പോയി വെച്ചിട്ട് അവനാകെ പ്രഷറായി. എന്നിട്ട് ഞാൻ അവനെ പിടിച്ചിട്ടിട്ട് ഞാനാണ് ഒഴുക്കിൽ ഇങ്ങനെ കടലിൻ്റെ ഉള്ളിൽ പോയത്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തായെന്നറിയില്ല, പെട്ടെന്ന് അവൻ കടലിൽ തിരിച്ചും വന്ന് എൻ്റെ പേര് വിളിച്ചു. പക്ഷെ ഞാനിങ്ങനെ ഓഹോ ബീച്ചിൻ്റെ ആ സൈഡിൽ കൂടെ കയറി, ഇവനിങ്ങനെ ബാക്കിൽ കൂടെ അങ്ങനെ ഒറ്റ പോക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരെ മുകളിൽ കയറിയിട്ട് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവിടെ ആ സൈഡിലൊരു മെയിനായ ഒരാൾ ഉണ്ടായി, തൊപ്പിയും മിസിലൊക്കെ വെച്ചൊരു ആളുണ്ടായി. ആളെടുത്ത് പോയിട്ട് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു കയറ് വേണം, കയറുണ്ടെങ്കിൽ പിടിച്ച് വലിച്ച് കയറ്റുക എടുത്തന്നെ. അതായത് കടലിൽ നിന്ന് ഇവനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് വിളിക്കുന്നുണ്ട്, ഉറക്ക പേര് വിളിക്കുന്നുണ്ട്, രക്ഷിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് എന്താ ആൾ കയറ് തന്നില്ല. കയറ് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ മോനല്ല പോയാൽ പോട്ടെ, നിങ്ങൾ എന്തിനാ ഇറങ്ങിയാൽ ചോദിച്ചിട്ട് ആൾ പറഞ്ഞു മരിച്ചോയി എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു ചെക്കൻ മരിച്ചിട്ടില്ല, ചെക്കൻ അവിടെ സൗണ്ട് വെച്ച് രക്ഷിക്കാൻ വരാൻ ചോദിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ നോക്കി നിന്ന് ചോദിക്കാൻ പോയി എന്നെ എടുത്തിട്ട് ഇടിച്ച് കൈയൊക്കെ ഇതാക്കിയിട്ട് ആൾ തല പിടിച്ചോണ്ട് വെള്ളത്തിൽ മുക്കി കുറേ ഇടിച്ച്. എന്നിട്ട് എൻ്റെ ശ്രദ്ധ മൊത്തം പോയി തല കറങ്ങിയിട്ട് പിന്നെ ഒന്ന് സ്റ്റേഡി ആയിട്ട് നിന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പോയി. ഞാൻ പിന്നെ കയറൊക്കെ എടുത്ത് കടലിറങ്ങി നോക്കി, കൂട്ടുകാരനില്ല. എന്നിട്ട് ഈ രക്ഷിക്കാൻ പറ്റായിരുന്നു 100% ഒന്ന് ആ കയറും പിടിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടുത്തി തന്നെ. പിന്നെ ആ സമയത്ത് വെച്ചുമ്പോൾ അവിടെ ഒരു 10-20 പേരുണ്ടായുള്ളൂ. 10-20 പേരും തമിഴ് ഭാഷയൊക്കെയാണ്. നമ്മൾ പറയണ അവർക്ക് മനസ്സിലാവുള്ള, അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ള. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവരും കുറേ സപ്പോർട്ട് ചെയ്ത് കയറൊക്കെ ഞങ്ങൾ പിടിച്ച് വലിച്ചോളാം, മോൻ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്നൊക്കെ ആൾ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയിട്ടും ഇയാൾ ചെയ്തൊരിതുകൊണ്ട് എനിക്കവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടുത്താൻ അങ്ങനെ 2 പേര് രക്ഷപ്പെട്ടു തന്നെ.